കണ്ണീർ സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഇദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. ചെറിയ വീഴ്ചകളിൽ കരയാനൊരുങ്ങുന്ന ഓരോ മലയാളിയും ഈ മനുഷ്യന് മുന്നിൽ പലവട്ടം കീഴടങ്ങി. ഒപ്പം കാലവും. സിനിമയിലേക്കൊന്ന് കയറാൻ, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ, സിനിമ കൊണ്ട് തന്നെ ജീവിക്കാൻ 8ാം ക്ലാസും ഗുസ്തിയും കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളവും മാത്രം ഇന്ധനമായവൻ പിന്നീട് എങ്ങനെ കരയാനാണ്? സിനിമയിലുടനീളം നമ്മെ ചിരിപ്പിച്ച് ഓരോ ചിരികൾക്കുമൊടുവിൽ ചിന്തയുടെ തിരികൊളുത്തിയ ആ ഇരിങ്ങാലക്കുടക്കാരന്റെ ഇടം മലയാള സിനിമയിൽ എക്കാലത്തും ഒഴിഞ്ഞു തന്നെ കിടക്കും. നമുക്ക് മുന്നിൽ നിറഞ്ഞ ചിരിയോടെ ആ വലിയ മനുഷ്യൻ ജീവിതം വിട്ടിറങ്ങിയപ്പോൾ ഇന്നസെന്റായ ഓരോ മലയാളിയും കരഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. ആത്മവിശ്വാസം എന്ന വാക്കിന്റെ മറുവാക്കായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മനുഷ്യൻ. ഓർമ്മകളിൽ എന്നും ഇന്നസെന്റ്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ. അഴകാന നീലി വരും വരുപോലെ ഓടി വരും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. നാലാം നില കേറി പോകണ്ടേ? അടുത്തു വരണ്ട, കാരണവരെ കുത്തും. ഇന്നസെന്റ് ഏട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? അതോ ഇന്നസെന്റ് ഏട്ടനെ ഓർമ്മയിൽ പതിഞ്ഞ കാഴ്ച ഏതാണ്? ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെ ഒരു തമാശക്കാരനായിട്ടുള്ള ഇത്രയും തമാശ അദ്ദേഹത്തിന് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എൻ്റെ തുടക്കകാലമാണ്, 2ാമത്തെയോ 3ാമത്തെയോ സിനിമ തിരുവനന്തപുരത്ത് കീർത്തി ഹോട്ടലിലാണ് അന്ന് സിനിമാക്കാരുടെയൊക്കെ ഒരു സങ്കേതം. വലിയ കോസ്റ്റ്ലി അല്ല, അതിന്റെ മുകളിൽ വേറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ചിലരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ താമസിക്കും. ഇടത്തരം നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് എന്നൊക്കെ പറഞ്ഞ AC ഒന്നും ഇല്ല കേട്ടോ, ഒരു റൂമിൽ 2 പേര്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹം എൻ്റെ അച്ഛനെയൊക്കെ നല്ലപോലെ അറിയാം. അച്ഛൻ്റെ നാടകം കാണാൻ പോയ കഥകളൊക്കെ പിന്നെ പിൽക്കാലത്താണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു നമസ്കാരം. അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ബഹുമാനിച്ചു, സോറി. നമ്മൾ നമസ്കാരം. അപ്പം പുള്ളിയുടെ ഏതോ ഒരു സിനിമയുടെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ ഇനി അതിന് മുമ്പുള്ളതെന്ന് അറിഞ്ഞൂടാ. പുള്ളി അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജുബൊക്കെ ഇട്ടിട്ട് പുള്ളിയും കുറച്ച് പ്രൊഡ്യൂസർഷിപ്പ് ചെയ്ത ചെറുതായിട്ട് പിന്നെ എവിടെ എന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാടയിലാണ് പുള്ളി ആദ്യത്തെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നീട് എല്ലാം ഓക്കെ ആയി. അവിടെ നിന്നിട്ട് ഒരുപാട് കാലങ്ങൾ, എത്രയോ സിനിമകൾ അല്ലേ?